നമ്മളെല്ലാവരും കുളിച്ച് റെഡിയായി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റൂഫ് ടോപ്പിലേക്ക് നടക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ് വിത്ത് പിരമിഡ്സ് ആസ് ദ ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ നമ്മുടെ പ്രഭാത ഭക്ഷണമാണ്. എന്താണെന്ന് അറിയത്തില്ല. മുട്ട ഇങ്ങോട്ട് കൊണ്ടു തന്നു ബ്രേക്ക്ഫാസ്റ്റ്. പിരമിഡ് ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ ഹോട്ടൽ എടുത്താണ്, പക്ഷേ ഇച്ചിരി പാളിപ്പോയി. ഇച്ചിരി ഒരു കച്ചറ സ്റ്റൈലാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ല. നല്ല പൂരി വന്നിട്ടുണ്ട് അല്ലേ? പൂരിയാണോ? Looks yummy. Cornflakes, cereal. Hey, who saw my egg? Not me. My Ember's mouth is dirty. Okay. I need to get that water. Wait, listen. Where they drink the രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഡേ 1 തന്നെ നമ്മൾ പിരമിഡ്സ് കാണാനായിട്ട് ഇറങ്ങി. പിരമിഡ്സ് കാണാൻ ഇഷ്ടംപോലെ ടൂർ പാക്കേജസ് അവിടെ അവൈലബിൾ ആണ്. ലോക്കലിയും അല്ലാതെ booking.com വഴിയും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്തത് ഒരു പ്രൈവറ്റ് ടാക്സിയാണ്. നമ്മുടെ ഹോട്ടലുകാരൻ, നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലുകാരൻ ത്രൂ ആണ് നമ്മളിത് ബുക്ക് ചെയ്തത്. സൺസ്ക്രീൻ ഇടുവാണ്. ഫേസ് ഇട്ടോ. നമ്മൾ കാറിലിരുന്ന് സൺസ്ക്രീൻ ഒക്കെ ഇട്ട് റെഡി ആവുകയാണ്. കാരണം അവിടെ രാത്രിയിൽ മാത്രമേ ഉള്ളൂ തണുപ്പ്. രാവിലെ ഒരു 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. അന്നേരം പിള്ളേരൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ സൺസ്ക്രീന്, ഹാറ്റ്, ഗ്ലാസസ്, പിന്നെ ഇനഫ് വാട്ടർ, ഇതൊക്കെ എപ്പോഴും വേണം. ടിക്കറ്റ് എടുക്കുന്നിടത്ത് നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഡ്രൈവർ കാറ് പാർക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്. പുള്ളി തിരിച്ച് വരാമെന്നാണ് പറഞ്ഞത്. നമ്മളെ ടിക്കറ്റ് എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് വേറെ എക്സ്ട്രാ ഗൈഡൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ഡ്രൈവർ തന്നെയാണ് നമ്മുടെ ഗൈഡ്. പുള്ളി ഒരു പ്രോപ്പർ ഗൈഡല്ല, ജസ്റ്റ് ഹീസ് ഹെൽപ്പിങ് ആസ്, അത്രേ ഉള്ളൂ. നമ്മൾ ഗൈഡിനെ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഗൈഡിനെ ബുക്ക് ചെയ്തിട്ടില്ല. നമ്മൾ പോയ സമയത്ത് പിരമിഡ്സ് കാണാനായിട്ടുള്ള റേറ്റുകളാണ് ഈ ബോർഡിൽ കാണുന്നത്. ഈജിപ്ഷ്യൻ പൗണ്ടിലാണ്, കാർഡ് വെച്ചാണ് പേ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യാഷ് അക്സെപ്റ്റഡ് അല്ലെന്ന് തോന്നുന്നു. ഓരോ പിരമിഡിനകത്ത് കയറാനായിട്ട് സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട്. പിന്നെ ജസ്റ്റ് എൻട്രി ചെയ്യുന്നതിന് അതിന് കോമൺ ആയിട്ട് വേറൊരു ടിക്കറ്റും ഉണ്ട്. ഭയങ്കര ചെക്കിംഗ് സിസ്റ്റമാണ് ഇവിടെ. നമ്മൾ നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. പിന്നെ നമ്മുടെ ബാഗൊക്കെ സ്കാൻ ചെയ്താണ് നമ്മളെ അകത്ത് കയറ്റുന്നത്. ഞാനൊരാൾ വീഡിയോഗ്രാഫർ, പുള്ളി നാടൻ. ഇതാണ് ഞങ്ങളുടെ സിനിമ. മാത്രം വീഡിയോ എടുക്കണം, എല്ലാത്തിലും അഭിനയിക്കണം. അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്ത് അകത്ത് കയറി. അങ്ങനെ നമ്മൾ ജസ്റ്റ് എൻട്രി ടിക്കറ്റും പിന്നെ ഒരു പിരമിഡിലേക്ക് കയറാനുള്ള ടിക്കറ്റും എടുത്തു. ആ മെയിൻ പിരമിഡായ കുഫു പിരമിഡിൽ എൻ്റർ ചെയ്യാനുള്ള ടിക്കറ്റാണ് നമ്മളെടുത്തത്. അതിന് നല്ല പൈസയായി. അതുമാത്രം നമ്മളെടുത്തുള്ളൂ. ജസ്റ്റ് ഏരിയ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് പിരമിഡിൻ്റെ മേളിലൊക്കെ കയറി നിന്ന് ഫോട്ടോ എടുക്കാം. പക്ഷെ അകത്ത് കയറാൻ പറ്റത്തില്ല. ചില സമയത്ത് ഇവർ പിരമിഡിന് അകത്തേക്കുള്ള എൻട്രി അലൗഡ് അല്ല. ചില സമയത്ത് അവരത് ക്ലോസ് ചെയ്യും. കാരണം ഇത്രയും പഴക്കം ചെന്ന ഈ ഒരു പിരമിഡ് ഇതുപോലെ ഇപ്പോഴും അവർ കാത്തു സൂക്ഷിക്കുന്ന, അതിനകത്ത് ഒത്തിരി പണി അവർ മെയിൻ്റനൻസ് പരിപാടി നടത്തിയിട്ടാണ്. സോ ആ സമയങ്ങളിലാണെന്ന് തോന്നുന്നു ഇത് അടച്ചിട്ടിരും. പക്ഷെ നമ്മൾ പോയ സമയത്ത് ഇത് 3 ഓപ്പൺ ആയിരുന്നു. ഇതുവഴി കുതിരവണ്ടി സഫാരിയൊക്കെ ഉണ്ട്, പോലീസ് വണ്ടി. ഗിസ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് 3 മെയിൻ പിരമിഡുകളാണുള്ളത്. പിരമിഡ് ഓഫ് കുഫു, പിരമിഡ് ഓഫ് കാഫ്രെ, പിരമിഡ് ഓഫ് മെൻകോറി. ഈ 3 പിരമിഡ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചെറിയ 3 ക്വീൻസിൻ്റെ 3 പിരമിഡുകളുണ്ട്. പിന്നെ തൊട്ടടുത്ത് എന്തോ ഒരു ടോംബും കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും.
ഇതൊന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാനായിട്ട് നമുക്ക് സമയം കിട്ടത്തില്ല. കാരണം ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് ടൈം യു ആർ സ്പെൻഡിങ് ദെയർ, അതിനനുസരിച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ കുഫു പിരമിഡ് മാത്രം അവിടെ നിന്ന് കണ്ടോളൂ. കുഫു പിരമിഡിനകത്തും പോയി പിന്നെ നമ്മൾ അവിടെ നിന്ന് ലീവ് ചെയ്യുമായിരുന്നു. നമ്മൾ എന്തേരം സമയം എടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ലായിരുന്നു. നമ്മൾ ഒരു ദിവസമേ കെയ്റോയിലുള്ളായിരുന്നു. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അതുകൊണ്ട് കാണാനായിട്ട് അധികം സമയമില്ലായിരുന്നു. സോ നമ്മളെല്ലാം പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് കാണുമായിരുന്നു. സമയമുള്ളവർക്ക് കാണാൻ പറ്റിയ വേറൊരു കാര്യമാണ് അവിടുത്തെ ബോട്ട് പിറ്റ്സ്. അതായത് മമ്മിയെ അടക്കം ചെയ്യുമ്പം അവരുടെ വാഹനമായ വലിയ വലിയ ബോട്ടുകളും അവർ ഭൂമിക്കടിയിൽ കുഴിച്ചിടും. ആ ബോട്ടുകളൊക്കെ റിമൂവ് ചെയ്തു, പക്ഷേ ആ ബോട്ട് പിറ്റ്സ് നമുക്ക് കാണാനായിട്ട് അവിടെ സാധിക്കും. പണ്ടത്തെ പണിക്കാർ അവരുടെ പണി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പിരമിഡിനകത്തേക്ക് പോവുകയാണ്. ചെറിയ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. പിരമിഡിൻ്റെ 2-3 ബ്ലോക്ക് ഓഫ് സ്റ്റോണിലൊക്കെ കയറുന്നതിന് അവരൊന്നും പറയത്തില്ല. പക്ഷെ അങ്ങ് ഒത്തിരി മേളിലോട്ടൊക്കെ വലിഞ്ഞ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കയറണ്ടെന്ന് പറയും. നമ്മൾ കയറിയൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അകത്തേക്ക് പോവുകയാണ്. ഏകദേശം 2.3 മില്യൺ ബ്ലോക്സ് ഓഫ് സ്റ്റോൺ വെച്ചിട്ടാണ് ഓരോ പിരമിഡും ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മഹാ അത്ഭുതമാണ്. കാരണം നമ്മളെ ഒരാളുടെ വലിപ്പമുണ്ട് ഒരു സ്റ്റോണിന്. അത്രയും കനമുള്ള ഈ സ്റ്റോൺസ് ഇങ്ങനെ അടുക്കി അന്നത്തെ കാലത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു മഹാത്ഭുതം തന്നെയാണ്. ഒരു കല്ലിന്റെ മേലെ അടുത്ത കല്ലേ, അതെങ്ങനെ അവര് ആനയൊക്കെ ഉണ്ടായിരുന്നായിരിക്കും അന്നത്തെ കാലത്ത്. ആനയും കൊണ്ടൊക്കെ. പിന്നെ ഡൈനോസർ ഒക്കെ ഉണ്ടായിരുന്നല്ലോ കാലത്ത്. ചിലപ്പോ അവര് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ തലക്കകത്ത് എന്താടാ തേങ്ങാ പിണ്ണാക്കാണ്? ശരിക്കും ഡൈനോസർ ഉണ്ടായിരുന്നോ? കയറുന്നതിൻ്റെ എൻട്രൻസിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കാം ഫ്ലാഷ് ഇല്ലാതെ, പിന്നെ വീഡിയോ ഒന്നും അലൗഡ് അല്ലെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ ആരും ഒന്നും പറയുന്നില്ല. ഞാൻ വീഡിയോ അത്യാവശ്യമൊക്കെ എടുത്തു. ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു കേവിലേക്ക് കയറുന്ന പോലാണ് തോന്നുന്നത്. അങ്ങനെ ഒരു കുറച്ച് ദൂരം നമ്മൾ ഇച്ചിരി നടക്കാനായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കയറുന്നതിന് മുന്നേ വരെ നമുക്ക് ഇതിനകത്ത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഒരു പിടുത്തമില്ലായിരുന്നു. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ശരിക്കും നമ്മൾ 4 പേർക്കും കൂടി ടിക്കറ്റ് എടുക്കത്തില്ലായിരുന്നു. ഒരാൾക്ക് മിനിമം, ഞാൻ ചിലപ്പം വീഡിയോ എടുക്കേണ്ടവർക്ക് ഞാൻ ഒരാൾക്ക് വേണ്ടി എടുത്തേനെ. പക്ഷെ 4 പേർക്കും ഒരിക്കലും എടുക്കത്തില്ലായിരുന്നു. കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വലിയൊരു ക്യൂ കണ്ടു. നമുക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല. നമ്മൾ ക്യൂവിൽ വെയിറ്റ് ചെയ്ത് നിന്നു. വലിയ വലിയ പാറക്കഷ്ണങ്ങളാണ് ഇങ്ങനെ തഴങ്ങി നിൽക്കുകയാണ് മേളിൽ. കുറച്ച് ക്രൗഡുമാണ്. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള നമ്മുടെ യാത്ര കുറച്ച് പാടായിരുന്നു. ഇതുവരെ ഒരു ക്യൂവിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മേളിലേക്ക് ഒരു സ്റ്റെപ്പുണ്ട്. അന്നേരം മേളിൽ നിന്ന് ആരോ ജസ്റ്റ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഓ ഭയങ്കര അലറി വിളിച്ചോണ്ട്, അയ്യോ വെരി ഹൊറിബിൾ ആണ്, ഇതാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അപ്പോഴും പിടികിട്ടിയില്ല എന്താണ് സംഭവം എന്ന്. ഞാൻ കൊച്ചിനെ പിടിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ മേളിലോട്ട് കയറി. ചേട്ടനും അവിടെ വരെ ആ സ്റ്റെപ്പ് വരെ വന്നിട്ട് മേളിലോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാനില്ല മേളിലോട്ടെന്ന് പറഞ്ഞു. കാരണം അതുപോലെ കുത്തനെ ഒരു പൊക്കമാണ്. സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ പ്രോപ്പർ സ്റ്റെപ്പൊന്നുമില്ല, തടി കൊണ്ടുള്ള ഒരു പലകയാണ്. അതിൽ ഓരോരോ തടി കഷ്ണത്തേൽ ചവിട്ടി വേണം നമ്മൾ മേളിൽ കയറാനായിട്ട്. പുള്ളി അത് കണ്ടപ്പോഴേ പറഞ്ഞ് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിയാനെ മാറ്റി പിടിച്ച് അവരങ്ങ് ഇറങ്ങി മാറി നിന്നു. പക്ഷേ ഇവർ മാറിയത് ഞാൻ കണ്ടില്ല. അയ്യോ ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആണല്ലോ. സിയാനയും ചേട്ടനും മാറിയതറിയാതെ ഞാൻ കൊച്ചിനെ എൻകറേജ് ചെയ്ത് ഒരു വിധത്തിൽ മേളിൽ ഈ സ്റ്റെപ്പ് കയറ്റി. സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കഷ്ടിച്ച് കിടക്കാനുള്ള സ്ഥലത്ത് കൂടെ മേളിലോട്ടും ആൾക്കാർ താഴോട്ടും ആൾക്കാർ പോവുകയാണ്. അതും ഒരു ഭയങ്കര സ്റ്റീപ്പുമാണ്. ഒരാളൊന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ താഴെ വീഴും. അതുപോലെ സ്റ്റീപ്പുമാണ്. ഇവിടെ ഒരു കുറച്ച് കൺട്രോൾ വെച്ചിരുന്നെങ്കിൽ വലിയ സീനില്ല. അതായത് ഒരു 10 പേരെ കയറ്റി വിടുക, 10 പേരെ ഇറക്കി വിടുക, അങ്ങനെ
അങ്ങനെ ഒരു കൺട്രോൾ ചെയ്യാനായിട്ട് ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവിടെ ആരുമില്ല കൺട്രോൾ ചെയ്യാനായിട്ട്. വെളിയിൽ ഒരാൾ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കുറേ പേര് മുകളിലോട്ട് പോകുന്നു, കുറേ പേര് താഴോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുകയാണ്. നമ്മുടെ ഭാഗ്യത്തിന് സത്യം പറഞ്ഞാൽ ആ ഒരു സ്പേസിൽ അത്രയും എംപ്റ്റി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഭയങ്കര തിരക്കായിരുന്നു. മേളിലോട്ടും താഴോട്ടും ഒരേ ജനപ്രവാഹം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാനും കൊച്ചും മേളിലേക്ക് നടന്നു. ഏകദേശം ഒരു 10-40 സ്റ്റെപ്പ്, വുഡൻ സ്റ്റെപ്പ് കാണും. ആ സ്റ്റെപ്പ് അത്ര കംഫർട്ടബിൾ അല്ല, നമുക്ക് കയറാനായിട്ട് ഭയങ്കര പാടാണ്. അവിടെ കയറി ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ട്. അവിടെ ഞാനും കൊച്ചും അവിടെ നിന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അസഹനീയമായ ഒരു സ്മെല്ലാണ്. ഈ ഫോസ്ഫറസിൻ്റെയോ സൾഫറിൻ്റെ അതുപോലത്തെ ഒരു സ്മെല്ലാണ്. പിന്നെ എയറും കുറവാണ്. എയർ കുറവാണെന്ന് ഓൾറെഡി വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്മെല്ലും ഇതും കൂടെ ആയിട്ട് ഭയങ്കര സഫോക്കേറ്റിംഗ് ആണ്. പിന്നെ കൊച്ച് പിന്നെ അങ്ങോട്ട് മേളിലോട്ട് പോകാനായിട്ട് ജന്മം ചെയ്താൽ സമ്മതിക്കത്തില്ല. കാരണം ഇനിയും ഒരു 10-50 സ്റ്റെപ്പ് മേളിലോട്ടുണ്ട് സ്റ്റീപ്പായിട്ട്. കൊച്ച് മേളിലോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. കൊച്ചിനെ നിർത്തിയിട്ട് എനിക്ക് ലീവ് ചെയ്തിട്ട് എനിക്ക് പോകാനും പറ്റത്തില്ല. അങ്ങനെ എനിക്ക് ഒരു നിവൃത്തി ഇല്ലാതായിപ്പോയി. അന്നേരം എനിക്ക് ഭയങ്കര ആഗ്രഹം അകത്തെന്താണെന്ന് അറിയണമെന്നൊരു ഭയങ്കര ആഗ്രഹം. അന്നേരം ഞാൻ എന്നാ ചെയ്തെന്ന് ചോദിച്ചാൽ താഴോട്ട് ഇറങ്ങി വന്ന ഒരാളോട് ചോദിച്ചു അകത്തെന്താണെന്ന്. അന്നേരം എന്നോട് പറഞ്ഞു, അവർ പറഞ്ഞു എംപ്റ്റി സ്പേസ് ആണെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ ചോദ്യം കേട്ടിട്ട് ഒരു പുള്ളിക്കാരിയുടെ ഫോൺ എടുത്തിട്ട് കാണിച്ചു തന്നു ഫോട്ടോ. അതായത് ഒരു എംപ്റ്റി റൂമാണ്. അതിനകത്ത് ഒരു സ്റ്റോൺ കൊണ്ടുള്ളൊരു കോഫിൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അവർ മ്യൂസിയത്തിലേക്ക് റിമൂവ് ചെയ്തു. അവിടെ ഒന്നുമില്ല, ജസ്റ്റ് ആ സ്പേസും ആ കോഫിനും മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ പോയാൽ മതിയായിരുന്നു. എന്താ പകുതി പോളൂ. Almost died. ഭയങ്കര ഹോൾ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു റൂമാണ്. പകുതി ഒരു ഹോൾ. ഇവിടെ സമ്മതിച്ചില്ല പോകാനായിട്ട്. പോകണ്ടോ നീ? എന്നിട്ട് വീണ്ടും നീ പോകണ്ടോ വീണ്ടും? ജീവനും കൂടി തിരിച്ചു വന്നു. അയാള് പറഞ്ഞാലോ ശ്വാസം കിട്ടത്തില്ല. ഇവനെ ഉണ്ടായിരുന്നു. ഇവരോട് ഞാൻ പൈസ കൊടുത്താലേ ധൈര്യം സംബന്ധിച്ച് അകത്തോട്ട് പോയത്. അങ്ങനെ നമ്മൾ ജീവനും കൊണ്ട് വെളിയിലിറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു. കുറച്ച് ശ്വാസം കിട്ടിയപ്പോൾ. അകത്തോട്ട് എന്നാ ക്ലോസ്ട്രോഫോബിയ ഉള്ളവരാരും പോകരുത്. വെറുതെ ടിക്കറ്റ് എടുത്ത് നമ്മൾ 4 പേർക്ക് ടിക്കറ്റ് എടുത്ത് വെറുതെ ഇന്ന് പൈസ നഷ്ടമാണ്. കാരണം ഇവർ രണ്ടുപേരും പകുതി, ഞാനും ഇമ്രും പകുതി വരെയും പോയി. ഇവർ പകുതി വരെ പോലും വന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോൾ പിന്നെയും ഞാൻ അകത്തോട്ട് പോയത്. ടു കൺജസ്റ്റഡ് ആണ്. പിന്നെ അതിനകത്ത് ഭയങ്കര സൾഫറിൻ്റെ എന്തിൻ്റെ ഭയങ്കര മണമാണ്. This is the biggest pyramid ആണെന്ന് തോന്നുന്നു. ഇതല്ലേ biggest pyramid? ഇതാണ് പിരമിഡിൻ്റെ പ്രോപ്പർ എൻട്രൻസ്. പക്ഷേ അതുവഴിയല്ല ആൾക്കാരെ കയറ്റി വിടുന്ന. വേറൊരു ചെറിയൊരു ഹോളുണ്ട്. ആ വഴിയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരുന്നപ്പം ഒരു പ്രായം ചെന്നൊരു മനുഷ്യനും പുള്ളിയുടെ ഒരു മോളും കയറുന്നുണ്ടായിരുന്നു. അന്നേരത്തെ പ്രായമായ മനുഷ്യൻ എൻ്റെ ദൈവമേ വേർത്തൊലിച്ച് തീരെ പുള്ളിക്ക് ശ്വാസം പോലും കിട്ടുന്നില്ല. അന്നേരം മോളി ഇരുന്ന് ആറി ഓക്കെ ഡാടെന്ന് ചോദിച്ചുകൊണ്ട് ഒരു വിധത്തിൽ കയറ്റുന്നു. പുള്ളി ഐ എം ഓക്കെ എന്ന് പറഞ്ഞ് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ആൾക്കാർ ഇത്ര കീനായിട്ട് കയറുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. അത്രയും വയ്യാതെയും ആൾക്കാർ എന്നിട്ടും അതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറുകയാണ്. എനിക്കൊന്നു ജീവിതത്തിൽ ഒരിക്കലല്ലേ നമുക്ക് ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആൾക്കാർ എനിക്കൊന്ന് ജീവനും പണയം വെച്ച് അകത്ത് കയറുകയാണെന്ന്. കാരണം അതിനകത്ത് ശ്വാസം പോലും ഇല്ല. ഒരാളൊന്ന് കൊളാപ്സ് ആയാലോ ഒന്ന് ഫെയിൻ്റ് ആയാലോ എന്താണ് സംഭവിക്കുന്നത്, അതിന് എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. കാരണം അത്ര സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പ്, പ്രോപ്പർ പ്രൊട്ടക്ഷൻ ഇല്ല. ഒരാൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ എത്തും. അങ്ങനത്തെ ഒരവസ്ഥയാണ് അവിടെ. അങ്ങനെ പിരമിഡിനുള്ളിലെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ക്യാമൽ റൈഡിന് പോവുകയാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പിന് മൊത്തത്തിൽ ചിലവായിരിക്കുന്നത് 95 പൗണ്ടാണ് നമ്മൾക്ക് നമ്മുടെ ഹോട്ടലുകാരൻ ചാർജ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ലഞ്ച് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഈവനിങ്ങിൽ 4 പേർക്കും ഫ്രഷ് മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ക്യാമൽ റൈഡും ഫ്രീ ആണ്. പിന്നെ ടാക്സി. പിന്നെ ഗൈഡ് നമ്മൾ എക്സ്ട്രാ ബുക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ ഡ്രൈവർ തന്നെയാണ് ഗൈഡ്. പുള്ളിയൊരു നല്ലൊരു മനുഷ്യനായിരുന്നു. നമ്മൾ ഉള്ളിൽ കയറിയ പിരമിഡ്
പിരമിഡ് ഓഫ് കുഫു, അതാണ് ഏറ്റവും വലിയ പിരമിഡ്. ഇപ്പോൾ ഈ കാണുന്ന ഈ പിരമിഡാണ് പിരമിഡ് ഓഫ് കാഫ്രെ. അതായത് ഇതിൻ്റെ മേളിൽ ഉള്ള ഔട്ടർ ലെയർ ഇതിൻ്റെ മാത്രം കുറച്ച് ബാക്കിയുണ്ട്, മറ്റേൻ്റെ എല്ലാം ഒലിച്ചു പോയി. നമ്മൾ ഗ്രൂപ്പ് ടൂർസ് ബുക്ക് ചെയ്താലുള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഗ്രൂപ്പിൻ്റെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് നിൽക്കണം. നമ്മൾ വേറെ പലയിടത്ത് പോയപ്പോഴും ഗ്രൂപ്പ് ടൂർ ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായതാണ്, നമുക്കൊരിടത്ത് അധികം ഫോട്ടോ എടുക്കണമെന്ന് തോന്നിടത്തൊന്നും അധികം ടൈം നമ്മുടെ ഇഷ്ടത്തിന് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ ഈ ഗ്രൂപ്പ് ടൂഴ്സുകാർ അവരുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ പല കടകളിലും ജുവലറി ലോക്കൽ ഷോപ്സിലും ജുവലറി കാണിക്കാൻ, കാർപ്പറ്റ് കാണിക്കാൻ, അങ്ങനത്തെ പല ഷോപ്സുകളിലും നമ്മളെ കയറ്റി നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റായിട്ട് ടാക്സി ബുക്ക് ചെയ്താണ് പോയത്. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് സൈഡ്. പിന്നെ ഗൈഡ് ഇല്ലാത്തതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചാൽ ഗൈഡ് ഒത്തിരി സമയം നമ്മളെ ഓരോ സ്ഥലത്തും ചെന്നിട്ട് ഇത് നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. എനിക്കറിയത്തില്ല എനിക്ക് അത്ര താല്പര്യമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. എനിക്കൊന്ന് ജസ്റ്റ് ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ മതി. അതുകൊണ്ട് ഗൈഡ് ഐ ഡോണ്ട് പേഴ്സണലി പ്രിഫർ. കാരണം അവർ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണം, നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒന്നും അവർ അത്ര വലിയ ഹാപ്പി ആയിരിക്കത്തില്ല. അവർക്ക് ബേസിക്കലി അവർ ഗൈഡ് എന്നുള്ള രീതിയിൽ അവരുടെ കാര്യങ്ങളല്ല അവർക്ക് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കണം. നമുക്കാണെങ്കിൽ അത് ഫോട്ടോ എടുത്താൽ മതി, പിന്നെ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. സോ അതിന് നമുക്ക് ഗൈഡിൻ്റെ ആവശ്യമില്ല. അവിടെയൊക്കെ അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലായിടത്തും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ വായിക്കുക. പിന്നെ ഇതുപോലെ ഡ്രൈവർ ഒരു അത്യാവശ്യം ഓക്കെ ആണെങ്കിൽ അവർ നമ്മളെ എല്ലാത്തിനും ഗൈഡ് ചെയ്യും, അല്ലാത്ത കാര്യങ്ങൾക്കെല്ലാം ഗൈഡ് ചെയ്യും. സോ ഞങ്ങളങ്ങനെ കംഫർട്ടബിൾ ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ ക്യാമൽ റൈഡിന് പോവുകയാണ്. അന്നേരം ക്യാമൽ റൈഡിൻ്റെ വിശേഷങ്ങളെല്ലാം അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.